ശൈത്യ ചെയ്തത് വൃത്തികെട്ട കാര്യമാണ്. അതിനെ നമ്മളെ മുഖത്ത് തുപ്പാന്നെ ചെയ്യും ഞാൻ. സൗഹൃദം എന്താണെന്നും സൗഹൃദം എങ്ങനെ കീപ്പ് ചെയ്യണമെന്നും അറിയാത്തവർ സൗഹൃദത്തിന് പോകരുത്. കൂടെ നിന്നിട്ട് കുതികാലി വെട്ടുന്ന നാറികളെ വഴിയിലിട്ട് തച്ച് തകർക്കുകയാണ് വേണ്ടത്. ഒരുപാട് അനുഭവം ഉണ്ടോ എനിക്ക് എന്റെ എക്സ്പീരിയൻസേ പറയാൻ പറ്റുള്ളൂ. ഞാൻ ഒരുപാട് അനുഭവിച്ചതാണ്. കൂടെ നിന്ന് ചേർന്ന് നിന്ന് കുതികാലി വെട്ടുന്ന നാറികളെ എന്ത് ചെയ്താലും തീർത്തില്ല. എങ്ങനെ തീർക്കണമെന്ന് അറിയത്തില്ല. അമ്മാതിരി കലിപ്പ് വരാറുണ്ട്. നമുക്കൊപ്പം നിൽക്കും, നമ്മളെ കൂടെ നിൽക്കുന്നതായിട്ട് അഭിനയിക്കും, എന്നിട്ട് മാറി നിന്ന് നമ്മളെ മോശക്കേട് പറയുമ്പോൾ നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സർവ്വതും മനസ്സിലാക്കിയ ശേഷം പച്ച അപരാധം നമ്മളെ പറ്റി പറയുന്ന നാറിയെ എന്ത് ചെയ്യണമെന്ന് പറയണത്? ഇവളെ ഇനി ആരെങ്കിലും ചേർക്കാം, ഏതെങ്കിലും ഒരു കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാവോ ഇവളെ? ഹായ്, വിനു എന്ന് പറയുന്ന ആളാണ് ഇവരുടെയൊക്കെ PR ചെയ്തതെന്നാണ് ഇന്നലെ ശൈത്യ കിടന്ന് വിളിച്ചു കൂടിയത്. കരുതി പ്രശ്നമാക്കി കോളാക്കിയത് അവളാണ്. ശരി, ആയിക്കോട്ടെ, വിനു ആണ് ചെയ്തിട്ടുള്ളത്. രണ്ടുപേരുടെയും PR ഒരാളായിരുന്നു. നിന്റെ PR തന്നെയല്ലേടി എന്റെ PR ചെയ്തിരുന്നത്. അവൻ എന്നെ ചതിച്ചു, ബാക്ക് സ്റ്റാബ് ചെയ്തു, അവനെ ഉപദ്രവിച്ചു, എന്റെ അച്ഛൻ്റെ നിന്ന് പൈസ അത്രയും വാങ്ങിച്ചു നശിപ്പിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. ഇത് എത്ര പേരെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഈ പെണ്ണുമ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് കൂവിയെന്ന് അറിയാമോ? ഇവളെ കട്ടപ്പാന്നൊന്നുമല്ല വിളിക്കേണ്ടത്, കൊച്ചലവലാതി ശകുനി. അപ്പൊ ഈ ശകുനി പെണ്ണുമ്പോൾ പറഞ്ഞതിനെ ബേസ് ചെയ്തിട്ട് ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. 1-2 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, നമ്മുടെ ചാനൽ അത് കൂടുതലൊന്നും കാണിക്കാൻ ഒക്കത്തില്ല. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ടെക്നിക്കൽ മാറ്റേഴ്സ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നലെ അതിൻ്റെ വിശദീകരണം തരാത്തത്. അതായത് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ്, അവൾക്ക് ലോണൊന്നും ഇല്ല എന്ന് പറഞ്ഞത്. അതിലേക്ക് വരുന്നതിന് മുമ്പ് വിനു ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. നമുക്കതൊന്ന് വായിക്കാം. അപ്പം അതിനകത്ത് ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്, ഐ വുഡ് ലൈക്ക് ടു ക്ലാരിഫൈ ദാറ്റ്, ഞാൻ പുള്ളി അവിടെ പോകുന്നതിന് മുമ്പ് ശൈത്യ വന്നിരുന്നു, ശൈത്യയുടെ പേരൻസ് വന്നിരുന്നു, അവരുമായിട്ട് മീറ്റപ്പ് ചെയ്തിരുന്നു. അവർ മീറ്റപ്പ് ചെയ്ത് അവർ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ കോൺടാക്ട് ബൈ സെവറൽ കണ്ടൻസ് റിഗാർഡിംഗ് PR, ഒരുപാട് പേര് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, കണ്ടസ്റ്റൻസ് ഒക്കെ. അപ്പോൾ അതുപോലെ ശൈത്യയുടെ പേരൻസും നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അനുമോൾ വാസ് അവെയർ ഓഫ് ശൈത്യ ഹാഡ് റീച്ച്ഡ് ഔട്ട് ഓഫ് മീ ഫോർ ഇൻക്വയറീസ്. കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ള കാര്യം അനുമോൾക്കും അറിയാമായിരുന്നു, അല്ലാതെ അനുമോൾ വഴിയല്ല എന്നുള്ളത് പറയുന്നുണ്ട്. After speaking with Saitya's parents, who were extremely humble, kind and seemed quite helpless and worried. അത് പിന്നെ അവരുടെ മുഖമുദ്രയല്ലോ, ഹെൽപ്ലെസ്, വറീഡ്, ക്വയറ്റ്, സ്പീച്ച്ലെസ്, ഇതൊക്കെ തന്നെ അവരുടെ ഒരു പരിപാടി. ആരുടെ? ശൈത്യയുടെ തളയുന്നത്. രണ്ടും ഭയങ്കര സാധനങ്ങളാണ്. I genuinely felt the need to help them. അവർക്ക് അങ്ങനെ തോന്നി കേട്ടോ, പാവം തോന്നി. അങ്ങനെയാണല്ലോ, വഴിഞ്ഞൊഴിഞ്ഞ് അയ്യോ എന്ന് മോങ്ങിയാണ് തള്ളയിരിക്കുന്നത്. ഏതായാലും അവരങ്ങനെയാണ് റിക്വസ്റ്റ് ചെയ്തത്. അപ്പോൾ റിക്വസ്റ്റിന്റെ പുറത്ത് ഇയാൾ 1 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ 1 ലക്ഷം രൂപ വാങ്ങിയതിൽ അവിടെ നിൽക്കാനായിട്ട് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം PR വർക്ക്, അതായത് അവിടെ കിട്ടുന്ന അവൾ ചെയ്യുന്ന പ്രോഗ്രാംസിൻ്റെയൊക്കെ കുറച്ച് കട്ടിങ് എടുത്തിട്ട് പബ്ലിക്കിൽ കൊടുക്കുക. അതാണ് PR എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ആ PR ചെയ്യാം, 1 മാസം ചെയ്യാം, 1 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. ഇത് നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് നിസ്സാരമൊന്നും അല്ലെന്നേ, നല്ല സമയം പൊക്കെ. ഇപ്പം ഞാനിപ്പോൾ ഇത് ചെയ്യുന്നല്ലോ, ഈ പണി ചെയ്യുന്നത്. എനിക്ക് പ്രത്യേകിച്ച് ഒരു കല്യാണത്തിന് പോകത്തില്ല, ഒരു ഫംഗ്ഷന് പോകത്തില്ല, ഇതിൽ നിന്ന് മാറിയ പ്രശ്നം. അമ്മാതിരി നമ്മൾ ഇതിനകത്ത് എൻഗേജ്ഡ് ആയിരിക്കണം. അപ്പോൾ അതൊരു പണിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു എമൗണ്ട് അയാൾ പറഞ്ഞു 1 ലക്ഷം രൂപ അവരിന്ന് വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട്. 1 ലക്ഷം രൂപയ്ക്ക് 36 ദിവസം പുള്ളിക്കാരൻ അവരെ അവിടെ നിർത്തിയിട്ടുമുണ്ട്. അതാണ് ഈ ഒരു ഇതിനകത്തുള്ള രത്നച്ചുരുക്കം. ഇപ്പോൾ അവർ ശൈത്യ ആർമി എന്ന് പറഞ്ഞിട്ട് അത് മാറ്റി. ടു അച്ചീവ് ദിസ് ഐ ഹയർഡ് എ പേഴ്സൺ ടു മാനേജ് ഹർ അക്കൗണ്ട്. പുള്ളി എല്ലാം ചെയ്തിട്ടുള്ള, പുള്ളി ഹയർ ചെയ്ത ഒരാളെ, അയാളാണ് അവരുടെ അക്കൗണ്ട് മാനേജ് ചെയ്തത്. കൊളാബറേറ്റഡ് വിത്ത് സോഷ്യൽ മീഡിയ പേജസ് ദാറ്റ് വെയർ നെയ്മഡ് ആസ് ശൈത്യ ആർമി. ശൈത്യ ആർമി എന്നുള്ള ഒരു പേജുമായിട്ട് അവർ കൊളാബറേറ്റ് ചെയ്തു നടന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് 34K ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ കോർഡിനേറ്റ് വിത്ത് വാട്സ്ആപ്പ് എൻഗേജ്മെന്റ് ഗ്രൂപ്പ്സ് ആൻഡ് സെറ്റപ്പ് എ ടീം ടു എഡിറ്റ് കണ്ടന്റ് ഫ്രം ദ ലൈവ് ഫീഡ്. Unfortunately, the strategy did not yield the expected result since they were not make content to work out. അതായത് വർക്ക് വിത്ത്, അതായത് ഇവളവിടെ വലിയ കണ്ടന്റ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഇവൾ അനുമോളുടെ ചാടമാടായിട്ട് നടന്നാലേ ഇവളൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അത് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് അത് വലുതായിട്ട് വർക്ക് ചെയ്യാനോ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടാനോ ഉള്ള ഒരു ചാൻസ് ഇല്ല. അതുപോലെ അവർ പറയുന്നത് സത്യമില്ലയോ, അത് നമ്മൾ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. Anyway, it is also important to note that Shaitya parents had engaged another PR agency. SP Media എന്ന് പറയുന്ന മറ്റൊരു ഏജൻസിയുമായിട്ട് ശൈത്യയുടെ പേരൻസ് പോയി സംസാരിക്കുന്നു, അവർക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇവരുടെ ശൈത്യയുടെ പേരൻസ് നാടുനീളം നടന്ന് PR കൊടുത്താൽ പിമോൾ ജയിക്കുമെന്ന് വിചാരിച്ചാൽ മോക്ക ക്വാളിറ്റി ഉണ്ടാകണം. അതാ തള്ളക്ക് അറിയത്തില്ലല്ലോ. തള്ള മോങ്ങി ലോഡ് നീളം കൊണ്ടു കിടന്ന് കൊടുത്തിട്ടൊന്നും ഒരു പ്രയോജനമില്ല. നോട്ട് ദ പോയിന്റ്. അപ്പോൾ പിന്നെ ഇറ്റ്സ് ആൾസോ പിന്നെ ലേറ്റർ ഐ വാസ് ഡിസപ്പോയിന്റഡ് ടു ലേൺ ദാറ്റ് ശൈത്യ അക്യൂസ്ഡ് മീ ഓഫ് കാളിംഗ് ഹർ കട്ടപ്പ ആൻഡ് ബാക്ക് സ്റ്റാബിംഗ് ഹർ. ദിസ് ക്ലെയിം ഈസ് കംപ്ലീറ്റ്ലി ബേസ്ലെസ്. അപ്പോൾ ഇത് അയാൾ പറയുന്നത് അയാളുടെ ഇന്റഗ്രിറ്റി ചോദ്യം ചെയ്തത് കൊണ്ടാണ് അയാൾ ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ എഴുതിയിരിക്കുന്നത്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, എനിക്കങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഐ എം ഷെയറിംഗ് ദിസ് വിത്ത് ദ കൺസെന്റ് ഓഫ് ശൈത്യാസ് പേരൻസ്. ശൈത്യ പേരൻസിനോട് സംസാരിച്ച ശേഷം തന്നെയാണ് ഇയാളത് പുറത്തു വിടുന്നത്, ഈ ഡീറ്റെയിൽ പുറത്തു വിടുന്നത്. 1 ലക്ഷം രൂപ ഞാൻ വാങ്ങിയിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽ അയാൾ പുറത്തു വിടുന്നത് അവരുടെ പേരൻസിന്റെ കൺസെന്റ് ചോദിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ശൈത്യ എന്ന പെണ്ണിന് 2 PR ആണ്. ഒന്ന് അനുമോളുടെ PR-നെ തന്നെ ഏർപ്പാട് ചെയ്ത് അനുമോളുടെ PR വേറൊരാളെ സെറ്റപ്പ് ആക്കി കൊടുത്ത് ആ പുള്ളിയും, പിന്നെ വേറൊരാൾ. ഇവർ 2 പേരെയും കൂടെ ചെയ്തിട്ട് പോലും മോള് തോറ്റുപോയി. അതാണ് കുശുമ്പ്, അതാണ് അസൂയ.
ശൈത്യയുടെ PR അല്ല, അനുമോളുടെ PR എനിക്ക് തോന്നുന്നു അയാൾ തന്നെ വന്ന് പറഞ്ഞൊരു കാര്യമാണ്. അനുമോളുടെ അവസ്ഥ കണ്ടിട്ട് ഞാൻ വളരെ പിന്നെ പൈസ വളരെ കുറച്ചാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ, 16 ലക്ഷം ഒന്നും എനിക്ക് തരുന്നില്ല എന്ന് അയാൾ ക്ലിയർ ആയിട്ട്. ഇനി 14 ലക്ഷം കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി വേറെ ഉണ്ടോ അനുമോളെ? അതുകൊണ്ട് അത് കൊടുത്താലൊന്നും കുഴപ്പമൊന്നുമില്ല എന്നേ. PR വർക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സ്മാൾ തിങ്. ഇപ്പം എൻ്റെ മകന് ഞാനും ഒക്കെ ചെയ്യുന്നുണ്ട്, പേജ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരു പേജ് ഹാൻഡിൽ ചെയ്യുന്നതിന് മിനിമം ഞങ്ങൾ ചോദിക്കുന്ന എമൗണ്ട് ആണ്. ഇറ്റ്സ് ഡിപ്പെൻസ് ഓൺ അതിൻ്റെ എൻഗേജ്മെന്റ് ആണ്. അത് എത്രത്തോളം ഇപ്പോൾ ഡെയിലി നമ്മൾ അതിനകത്ത് ആഡുകൾ ഇടണമെന്നുണ്ടെങ്കിൽ 100% നമ്മൾ അതിൻ്റെ പേയ്മെന്റ് ചോദിക്കും. മന്ത്ലി ഒഴിക്കുക, വീക്കിലി ഒഴിക്കുകയാണെങ്കിൽ അത്ര കുറച്ച് ചോദിക്കും. അപ്പോൾ ഡിപ്പെൻസ് ഓൺ നമ്മുടെ വർക്കിനനുസരിച്ചിട്ട് തന്നെയാണ് ഓരോരുത്തർ കാൽക്കുലേറ്റ് ചെയ്ത് എമൗണ്ട് വാങ്ങിക്കുന്നത്. ഇതൊക്കെ ടെക്നിക്കൽ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ചുമ്മാ ഇരിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് ടെക്നിക്കൽ സപ്പോർട്ട് ചെയ്തു തരുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ ഏകദേശം കാര്യം പിടികിട്ടി കാണുമല്ലോ. ഇനി ശൈത്യ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, അവർക്ക് ലോൺ ഒന്നുമില്ല, ഇതൊക്കെ നുണയാണെന്ന്. അപ്പോൾ അതിൻ്റെ കേസ് ഞാൻ ഇന്നലെ ഇടാതിരുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ചാനൽ ഇതൊക്കെ ഇട്ടാൽ അത് വലിയ പ്രശ്നമാണ്. പിന്നീട് ഇവർ അനാവശ്യമായിട്ട് ഒരു പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഹോം ലോൺ ഉണ്ട്. ഹോം ലോണിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പം ഞാനൊരു ചെറിയ രീതിയിലാണ് ഇവിടെ വെക്കുന്നത്, നിങ്ങളത് പോയി നോക്കുക. 31,53,000 രൂപയാണ് ഇവർ ലോൺ എടുത്തിരിക്കുന്നത്. അപ്പോൾ ലോൺ എടുത്തിരിക്കുന്നത് 2022 എടുത്തിരിക്കുന്നത്. ഈ 2021 എടുത്ത ഈ ഒരു സംഗതി അവരുടെ വീട് റിനോവേറ്റ് ചെയ്യാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇത് അവളുടെ ചേട്ടത്തിയുടെ പേർക്കാണ് എടുത്തിരിക്കുന്നത്. അവൾക്ക് ഗവൺമെന്റ് ജോലിയല്ലല്ലോ, ചേട്ടത്തിക്ക് ഗവൺമെന്റ് ജോലിയാണ്. അപ്പോൾ ആ കൊച്ചിൻ്റെ പേർക്കാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ പേയ്മെന്റ് അടയ്ക്കുന്നത് അവൾ തന്നെയാണ്. അപ്പോൾ ലോൺ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ ക്ലിയർ ആയിട്ടുണ്ട്. ഹോം ലോൺ ഉണ്ട്. ഇനി ഇതേപോലെ തന്നെ ഇവൾ എടുത്തിരിക്കുന്ന വേറൊരു കാര്യമുണ്ട്. ശൈത്യ ലോണൊന്നും ഇല്ലെന്ന് ചുമ്മാ പറയുന്നതാണ്, അല്ലാതെ അങ്ങനെ ഒരു സംഗതിയില്ല. അവർക്കൊരു കുന്തം അറിയത്തില്ല. അതുകൊണ്ടാണ് ഇനി നമ്മൾ സാധാരണ ലൈസൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഹൈപ്പോത്തിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഫിനാൻഷ്യറിന്റെ പേര് ഇതിന്റെ ബാക്ക് സൈഡിൽ എഴുതിയിട്ടുണ്ടാവും. അതാണ് നിങ്ങൾ പേര് കാണുന്നത്. അത് ഫെഡറൽ ബാങ്കാണ്. അപ്പം അതിന്റെ അർത്ഥം ഫെഡറൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വാങ്ങിയ വണ്ടി തന്നെയാണ് അവരുടെ വണ്ടി എന്നാണ്. അവരുടെ വണ്ടി കിയ ആണ്. കിയയുടെ സോനറ്റാണ് അവരുടെ വണ്ടിയുടെ പേരതാണ്. ബ്ലാക്ക് കളർ കിയ സോനറ്റ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് അനുമോളുടെ പേർക്കുള്ള വണ്ടി തന്നെയാണല്ലോ. അനുമോൾ RS എന്ന് തന്നെയാണ് പേരെഴുതിയിരിക്കുന്നത്, ഡോക്ടർ ഓഫ് സതീശൻ. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ അവർക്ക് ലോണും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് അവൾ പറഞ്ഞത്. രണ്ടാമത് തങ്കച്ചൻ്റെ കേസ്. തങ്കച്ചൻ ഇന്നലെ വന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. തങ്കച്ചൻ വന്ന് വളരെ സ്നേഹത്തോടു കൂടി ആർദ്രതയോടുകൂടി പുള്ളി വന്ന് പറഞ്ഞാണ് അനുമോൾ എൻ്റെ കൂട്ടുകാരിയാണ് നോക്കുന്നത്. അതൊരു പിന്നെ സ്ക്രിപ്റ്റഡ് ഷോയാണ്. ആ ഷോയ്ക്കകത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇതുപോലെയല്ല. അത് മാത്രമല്ല, ഈ സ്ത്രീ വളരെ മോശമായിട്ട് അനുമോളെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തങ്കച്ചനെ പറഞ്ഞു, അനീഷിനെ പറഞ്ഞു, ഇതിനു മുമ്പ് ആര്യനെ വെച്ച് പറഞ്ഞു. ആര്യൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആരും മറന്നു പോവല്ലേ? കാലുകൾ കൊണ്ട് അവളുടെ കാലുകളിൽ ചിത്രം എഴുതി എന്നിട്ട് അവരെ സെക്ഷുവലി അങ്ങനെ ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയെ ഏറ്റവും മോശമായി അവഹേളിക്കാൻ. നമ്മുടെ സൊസൈറ്റിയുടെ ഒരു പ്രോബ്ലം ഉണ്ട്. പെണ്ണുങ്ങൾക്ക്, ആണുങ്ങൾക്ക് ഒരു 16 എണ്ണത്തിനെ വളയ്ക്കാൻ പ്രേമിക്കാൻ നോക്കാം. അവൻ കൊച്ചു കൃഷ്ണനാ, കള്ളകൃഷ്ണനാ. പെണ്ണാണ് ചെയ്യുന്നെങ്കിൽ നേരെ അവളെ വാസവതത്തെയാക്കും. അപ്പൊ അതെന്താ? ആ ഒരു പ്രശ്നമുള്ളിടത്തും പ്രത്യേകിച്ച് അവളുടെ ഒരു ലെവൽ, അതായത് അവൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്ന കുട്ടിയാണ്. അവളുടെ വ്യൂവേഴ്സും ഏകദേശം ആ ലെവലിലുള്ളവരാണ്. അവർക്കൊന്നും ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമില്ല. എന്നിട്ടും ഇപ്പൊ നമുക്ക് നെവിൻ്റെ അടുത്തൊക്കെ അവൾ പോയി ഇരിക്കുക കിടക്കുകയൊക്കെ ചെയ്താൽ പോലും നമ്മളൊക്കെ പറയുന്നുണ്ടില്ലേ, അങ്ങനെ ഒരു പ്രശ്നമുള്ളിടത്ത് അവളെ പറ്റി വീണ്ടും 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 മോശപ്പെട്ട കാര്യങ്ങൾ പറയുന്ന ഈ സ്ത്രീക്ക് അവളോടുള്ളത് എന്താണ്? സൗഹൃദമാണോ, ബാക്ക് സ്റ്റാബിംഗ് ആണോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ കള്ളിയുടെ യഥാർത്ഥ മുഖം തുറന്നു കാണിക്കാൻ വേണ്ടി ചെയ്ത വീഡിയോ ആണ്. സത്യത്തിൽ ഇപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇവളെ പറ്റി പറയുന്നതിനെ പറ്റി നിങ്ങൾ ഇങ്ങനെ പറയരുത്, അവർക്ക് പുറത്തുനിന്ന് അത്രത്തോളം പ്രോബ്ലംസ് അവർക്ക് ഫേസ് ചെയ്തത്. അനഘ പി എഴുതിയ ഒരു ഇതാണ് വീഡിയോ. ഈ അനഘ പി എന്ന് പറയുന്ന ഒരു കുട്ടി എനിക്കിട്ട വീഡിയോ പിന്നെ കമൻ്റാണ്. ആ കമൻറ്റ് ഇങ്ങനെയാണ്: മാമിൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടം കൊണ്ട് കാണാറുണ്ട്, ബട്ട് ഇനി കാണുമോ എന്ന് അറിയത്തില്ല. അതായത് ഇനി എന്നെ കാണുന്നില്ല, എന്നെ അൺസബ് ചെയ്ത് പോകരുത് പ്ലീസ്. ഞാൻ ഒരിടത്തും കമൻ്റ് ഇടുന്ന ആളല്ല. ഇത് ആദ്യമായിട്ട് കമൻ്റ് ഇടുന്ന മംഗ്ലീഷ്, അതുകൊണ്ടാണ്. ബട്ട് ഇന്ന് ഇടുന്നു. ആരോടുള്ള ഇഷ്ടം കൊണ്ടായാലും ശൈത്യയെ അനുമോൾ ഫാൻസ് കൈവയ്ക്കണം എന്നൊക്കെ പറഞ്ഞത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. എനിക്ക് അനുമോളുടെ ഗെയിം ഓർ ഹെർ പേഴ്സണാലിറ്റി തീരെ ഇഷ്ടമല്ല. ബട്ട് ആൾക്കാർ അതുകൊണ്ട് അനുമോളെ ഹേറ്റ് ചെയ്യണം ഓർ അടിക്കണം എന്ന് ഞാൻ വിചാരിക്കാറില്ല. പിന്നെ അനുമോൾ, അക്ബർ, അപ്പാനി, ആര്യൻ എക്സെട്ര എല്ലാവരും ബുള്ളി ചെയ്യുന്നു എന്ന് പറയുന്ന മാം വളരെ ഓൺ സൈഡഡ് ആണ്. അനുമോൾ ബാക്കിയുള്ളവരെ കുറിച്ച് പറയുന്നത് അത്ര തന്നെ ഹേർട്ടിങ് ആൻഡ് അബ്യൂസീവ് ആയുള്ള കാര്യങ്ങളാണ്. ആദ്യം പറഞ്ഞു തുടങ്ങിയതും അനുമോൾ തന്നെ. ഫുഡ് എല്ലാവർക്കും കിട്ടിയാലും ആയി കൊടുക്കാൻ അടി ഉണ്ടാക്കുന്ന അനുമോൾ നല്ല കുട്ടി. ടാസ്ക് ചെയ്തിട്ട് വരുന്നവർക്ക് ഫുഡ് വയ്ക്കണം എന്ന് നെവിനോട് പറഞ്ഞ് ജിസേലിനെ അനു മാം തന്നെ എന്തൊക്കെയോ പറഞ്ഞു. അനു അന്ന് എന്തായാലും എഴുതി വെച്ചിരിക്കുന്നത്. എന്തായാലും ശരി, എന്നെ ആ കുട്ടി, ഞാൻ അവളെ ആക്രമിക്കണം എന്ന് പറഞ്ഞതിനാണ് പറയുന്നത്. ശരിയാണ്, ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. തന്നെ പെട്ടെന്നൊരു ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞതാണ് അവളെ കയ്യേറ്റം ചെയ്യണം എന്നുള്ളത്. ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. അങ്ങനെ കയ്യേറ്റം ഒന്നും ചെയ്യേണ്ട, പക്ഷെ പച്ചത്തെറി വിളിക്കണം, തുപ്പണം. ഞാനാണെങ്കിൽ തുപ്പും. കാരണം അവൾ ചെയ്തത് അത്രത്തോളം വൃത്തികെട്ടൊരു കാര്യമാണ്. ശൈത്യ ചെയ്തത് വൃത്തികെട്ട കാര്യമാണ്. അതിനെ അവളെ മുഖത്ത് തുപ്പ തന്നെ ചെയ്യും. ഞാൻ ഒരു സൗഹൃദമല്ലേടോ?
എടോ, സൗഹൃദം എന്താണെന്നും സൗഹൃദം എങ്ങനെ കീപ്പ് ചെയ്യണമെന്നും അറിയാത്തവർ സൗഹൃദത്തിന് പോകരുത്. കൂടെ നിന്നിട്ട് കുതികാലി വെട്ടുന്ന നാറികളെ വഴിയിലിട്ട് തച്ച് തകർക്കുകയാണ് വേണ്ടത്. ഒരുപാട് അനുഭവം ഉണ്ടോ എനിക്ക് എന്റെ എക്സ്പീരിയൻസേ പറയാൻ പറ്റുള്ളൂ. ഞാൻ ഒരുപാട് അനുഭവിച്ചതാണ്. കൂടെ നിന്ന് ചേർന്ന് നിന്ന് കുതികാലി വെട്ടുന്ന നാറികളെ എന്ത് ചെയ്താലും തീരത്തില്ല. എങ്ങനെ തീർക്കണമെന്ന് അറിയത്തില്ല. അമ്മാതിരി കലിപ്പ് വരാറുണ്ട്. നമുക്കൊപ്പം നിൽക്കും, നമ്മളെ കൂടെ നിൽക്കുന്നതായിട്ട് അഭിനയിക്കും, എന്നിട്ട് മാറി നിന്ന് നമ്മളെ മോശക്കേട് പറയുമ്പോൾ നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സർവ്വത് മനസ്സിലാക്കിയ ശേഷം പച്ച അപരാധം നമ്മളെ പറ്റി പറയുന്ന നാറിയെ എന്ത് ചെയ്യണമെന്ന് പറയണത്? ഇവളെ ഇനി ആരെങ്കിലും ചേർക്കാം, ഏതെങ്കിലും ഒരു കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാവോ? ഇവളെ പറ. ശൈത്യ എന്ന പെണ്ണിനെ ഒരു കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാവോ? താൻ പറ. അനുമോള് പറയണോ? പിന്നെ മിണ്ടാതിരിക്കണോ? പൊത്തിക്കൊണ്ടിരിക്കാനാണ് അവിടെ പോയത്. ഇന്ന് രാവിലെ ഒരു സംഭവം നടന്നു. ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യണം. നിങ്ങൾക്കറിയാമോ, ഞാൻ കുക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ടാമുണ്ടം വെട്ടിയിട്ടാൽ ഞാൻ അവിയലുണ്ടാക്കത്തില്ല. എനിക്ക് എല്ലാം കൃത്യമായ കഷ്ണമായിട്ട് വേണം. അങ്ങനെ കഷ്ണിച്ച് ഞാൻ അവിയലുണ്ടാക്കുള്ളൂ. അവിയൽ എന്ന് പറയുമ്പോൾ തന്നെ വേവിക്കുമ്പം പരുവാകും, കുഴഞ്ഞ പരുവാവുന്നതാണ് അവിയൽ. അതിനകത്ത് ഈ കഷ്ണം എന്തിനാ അങ്ങനെ കട്ട് ചെയ്യുന്നത്? ഇനി സാമ്പാർ വേവിക്കുമ്പോൾ കുളവള ആവുന്നത് തന്നെയാണ്, പക്ഷെ അതിനകത്ത് കൊണ്ട് ചതുര കട്ട. അങ്ങനെയാണ്. ചിലതിന് ചില നിഷ്ഠകളുണ്ടോ, അത് അങ്ങനെ വളർന്നവർക്കേ മനസ്സിലാവുള്ളൂ. ആ നിഷ്ഠകൾ പറയുമ്പോൾ എന്താ കുഴപ്പം? അത്രയും മനുഷ്യരുണ്ട്. ഫുഡ് തോന്നിയ കണക്ക് വാരിക്കൊണ്ട് പോകാൻ ഒക്കത്തില്ല. കൂട്ടുകുടുംബത്തിൽ ജീവിച്ചു നോക്കണം. കൂട്ടുകുടുംബത്തിൽ ജീവിച്ചവർക്ക് ഞാൻ പറയണം മനസ്സിലാക്കും. അങ്ങനെ എനിക്കൊക്കെ ഒരു മീൻ പൊരിച്ച കൂടുതൽ കിട്ടത്തില്ല. നമ്മൾക്ക് മീനൊക്കെ തിന്നാൻ ആഗ്രഹിച്ചു. ഇന്ന് ഒരു മീൻ, വലിയ മീൻ വാങ്ങിച്ചോണ്ട് വന്നാൽ പൊരിച്ചാൽ തിന്നാൻ ആളില്ല. ന്യൂക്ലിയർ കുടുംബത്തിൽ ജീവിക്കുന്ന നടക്കൊന്നും അത് മനസ്സിലാവത്തില്ല. കൂട്ടുകുടുംബത്തിൽ ജീവിച്ചോളാം. എൻ്റെ ഉമ്മച്ചിയുടെ ഉമ്മയുടെ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് തന്നെ ഞങ്ങൾക്കൊക്കെ ഒരു മീൻ കഷ്ണം തരും. അതിന് കൂടുതൽ വെച്ചാൽ തരൂല. അത് ഇല്ലാഞ്ഞിട്ടല്ല, മറ്റു മക്കൾ വരുവേ, ചോദിക്കുവേ, കൊടുക്കണ്ടായോ? അത് നിറഞ്ഞ കുടുംബിനികളുടെ ഒരു മാതൃകയാണ്. ആ പെണ്ണ് ഏത് വീട്ടിൽ കയറിപ്പോയാലും അവിടെ രക്ഷപ്പെട്ടു എന്നർത്ഥം. അളന്ന് ചെയ്യും, ആക്രാന്തം കാണിക്കത്തില്ല, ആർഭാടം കാണിക്കത്തില്ല. അങ്ങനെ ഒരു പെണ്ണിന് ഇക്കാലഘട്ടത്തിൽ കിട്ടുവോ? അതുകൊണ്ടാണ് ഞാൻ അവൾക്ക് സപ്പോർട്ട് പറയുന്നത്. എന്നിലെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ആ പെൺകുട്ടിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യുന്നു. ശൈത്യ ചെയ്തത് ശരിയാണെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? നിനക്ക് ദേഷ്യം വന്നു, നീ അവന്റെ ജീവിതം നശിപ്പിച്ചിരിക്കും. എത്ര വലിയ സ്റ്റേറ്റ്മെന്റ് ആയ പറയുന്നേ. ആരുടെ ജീവിതം നശിപ്പിച്ച്? തങ്കച്ചന്റെയോ അനീഷിന്റെയോ? അനീഷ് നല്ലൊരു വ്യക്തിയാണ്, അയാളുടെ ഫീലിങ്സ് ഇട്ട് കളിച്ചു. എന്ത് കളിച്ചെന്ന് അവിടെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതാണ്. എന്ത് ഫീലിങ്സ്? അയാൾ രണ്ടാമത് വന്നിരുന്ന് സോപ്പിടുന്നു. അപ്പോഴും അവള് പറയണോ എനിക്ക് സഹോദരനെ പോലെ ഉള്ളൂ. അതിനപ്പുറം എന്ത് ഫീലിങ്സ്? കൂടെ കിടന്നോ, കെട്ടിപ്പിടിച്ചോ, ഉമ്മ വെച്ചോ, എന്താ വാടോ പ്രോഗ്രാം ചെയ്യാന്ന് പറഞ്ഞ് ബാത്റൂമിനകത്ത് കൊണ്ടുപോയി പണിതോ, എന്നിട്ട് പറ്റൂല എന്ന് പറഞ്ഞോ? ഒന്നും അല്ലല്ലോ. എല്ലാവരും കളിക്കുന്നു, അവളും കളിച്ചു. ഇത്രയല്ലേ ഉള്ളൂ. ഇതിനേക്കാൾ കൊഞ്ചി അലഞ്ഞ് ആദില വന്നല്ലോ അനീഷിന്റെ അടുത്ത്. ഇതിനേക്കാൾ കൊഞ്ചി അലഞ്ഞുകൊണ്ട് ജിസേൽ വന്നല്ലോ. എന്താ അവരൊന്നും ഇവരെ ഫീലിംഗ് വെച്ച് കളിച്ചില്ലേ? ഇത് പർപ്പസ്ലി ടാർഗറ്റ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്, ടാർഗറ്റ് ചെയ്യാൻ. അതുകൊണ്ടുണ്ടാകുന്ന പ്രയോജനം എന്താണ്? നമുക്ക് അവളെ മനസ്സിലായതും ഇഷ്ടമുള്ളതും നമ്മൾ 10 പേര് നിൽക്കുന്നു. പുറത്ത് ശൈത്യം പറഞ്ഞതിനെ അപ്പുറത്ത് നിൽക്കുന്നവർ എങ്ങനെ ഉപയോഗിക്കുന്നു താൻ പോയി നോക്കണം, അപ്പം മനസ്സിലാകും. എനിക്ക് സബ്സ്ക്രിപ്ഷൻ നഷ്ടപ്പെടുന്നത് കൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. 107K ചാനൽ അടിച്ചു കളഞ്ഞ മനുഷ്യരാണ് അപ്പുറത്തൊക്കെ നിൽക്കുന്നവർ. എനിക്കത് മനസ്സിലാകും. നിങ്ങൾ ഒരാൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് അതിനകത്തൊന്നും വരത്തില്ല. 100 പേര് ഇറങ്ങിപ്പോയാൽ, 1000 പേര് ഇറങ്ങിപ്പോയാൽ, പോട്ടെ 10,000 പേര് പോയാലും എനിക്കൊന്നുമില്ല. എന്നെ മനസ്സിലാക്കുന്ന, എന്നെ കാണാൻ ആഗ്രഹിക്കുന്ന 10 പേര് അവിടെ നിന്നാൽ മതി. ഞാൻ അതേ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാനിവിടെ ഒരാൾക്ക് സൈഡ് പറയാൻ, ഞാൻ PR ആണെന്ന് പറഞ്ഞു, ഞാൻ അല്ലെന്ന് പറഞ്ഞു. ഞാൻ PR ഞാൻ കണ്ടിട്ട് പോലും ഇല്ല കുട്ടീനെ, സംസാരിച്ചിട്ടില്ല, അവരെ കുടുംബമായിട്ട് എനിക്ക് പരിചയമില്ല, ഒന്നുമില്ല. പക്ഷെ ഞാൻ അവരെ PR ആണെന്ന് പറഞ്ഞു, പണം വാങ്ങി എന്ന് പറഞ്ഞു. ഞാൻ എന്തൊരു വിഷയം കൊണ്ടുവന്നാലും ഇതുപോലെ പറയണു. അനുമോളിൽ ഞാൻ എന്നെയാണ് കാണുന്നത്. ഞാൻ എന്തനുഭവിച്ചോ അത് അവളിൽ ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യുന്നു. കൂട്ടത്തോടുള്ള ആക്രമണം എന്താണെന്ന് താൻ അനുഭവിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. തെറ്റ് ചെയ്യാതെ, കുറ്റം ചെയ്യാതെ, എന്റെ നിലപാടുകൾ ശക്തമായി പറഞ്ഞതിന്റെ പേരിൽ ചുറ്റും കൂടി നിന്ന് ആക്രമിച്ചിട്ട് ആ ആക്രമണത്തിൽ പതരാതെ നിന്നവളാണ് ഞാൻ. ഞാനാണ് എന്റെ ഉള്ളിലെ ഞാനാണ് ഞാൻ അനുമോളിൽ കാണുന്നത്. അപ്പൊ ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യും. നല്ല സൗകര്യം ഉണ്ടെങ്കിൽ ഇരുന്നാൽ മതി, താല്പര്യമില്ല. എന്റെ അമ്മ പോലും അനീഷിനെ സപ്പോർട്ട് ചെയ്യുമ്പോഴും ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത് ഐ ക്യാൻ ഫീൽ ദാറ്റ്. അവൾ ഞാനാണ്, എന്നെയാണ് ഞാൻ അവളിൽ കണ്ടത്. അതുകൊണ്ട് ഞാൻ ഇനിയും സപ്പോർട്ട് ചെയ്യും. അവൾ ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ജയിച്ചില്ലെങ്കിലും അവളാണ് ജയിച്ചത്. അവളോളം ശക്ത അതിനകത്ത് വേറെ ഒരുത്തിയുമില്ല. ഒരുത്തിക്കുമില്ലാത്ത ഗഡ്സും കപ്പാസിറ്റി. അവളെ ചേലഞ്ച് അന്തോ അല്ല, അവൾ ഒരുങ്ങി നടക്കുന്നതുമല്ല. അവളുടെ ആ ഒരു നിലപാടുണ്ടല്ലോ, ശക്തമായ നിലപാട്. എന്നാൽ അവൾ അത്രയും കത്തിക്കേറിയല്ലോ, മിണ്ടാതിരുന്നില്ലേ? മൗനം ഏറ്റവും വലിയ ആയുധമാണ്. ചിലയിടങ്ങളിൽ മോശമായി പറഞ്ഞാൽ മൗനമാണ് ആയുധം. ജനം തീരുമാനിക്കട്ടെ എന്ന് അവൾ ജനങ്ങൾക്ക് വിട്ടുവന്നു. നിങ്ങൾ തീരുമാനിക്കുക. കണ്ടതല്ലേ കട്ടപ്പായിനകത്ത് എന്ത് കാണിച്ചെന്ന്, ബാക്ക് സ്റ്റാബിങ് എന്തായിരുന്നെന്ന്. അവൾക്ക് ക്രഷ് ഉണ്ടെന്ന് മനസ്സ് തുറന്ന് സ്വന്തം കൂട്ടുകാരി എന്ന് വിശ്വസിച്ച് അവളോട് ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിൽ വെക്കാൻ അവൾക്ക് അറിയത്തില്ലേ? ബിന്നി മാറ്റി പറഞ്ഞല്ലോ. നിനക്കെന്താ ബിന്നി പറഞ്ഞതിന്റെ അഭിപ്രായം? ബിന്നി എന്താ പറഞ്ഞേ? എനിക്കത് ഓർമ്മയില്ലാന്ന്. നിനക്കൊക്കെ എന്തും വായ്ത്താളം അടിക്കാൻ പിന്നീട് ഓർമ്മയില്ലെന്ന് പറഞ്ഞാൽ PR അവസാനം എല്ലാവർക്കും PR ഉണ്ടെന്ന് വെളിയിലായി. തീർന്ന ഇത്രയേ ഉള്ളൂ സംഗതി. ആ പെൺകുട്ടിയെ ഇപ്പൊ രഞ്ജിത്തിട്ട് പൊരിക്കുന്നുണ്ട്. എന്തിനേ? പ്രണയിച്ച ഇവർ തമ്മിൽ പ്രേമം ഉണ്ടായിരുന്ന മോഹൻലാൽ വന്നിട്ട് മാമാ പണി നടക്കുന്നുണ്ട് പറഞ്ഞാൽ നിങ്ങൾ പ്രണയിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. കേക്ക് വരെ കൊണ്ട് കൊടുത്ത് ബൂസ്റ്റ് ചെയ്യുന്നു. അപ്പോഴും നിലപാട് മാറ്റിയോ? ഞാനൊക്കെ ആണെങ്കിൽ സോഫ്റ്റ് ആകും, കുഴപ്പമില്ല, അയാളല്ലേ. അങ്ങനെയല്ല. അവൾ ആഗ്രഹിക്കുന്ന പ്രവീൺ പോലുള്ള ഒരു പയ്യനെയാണ്, പ്രവീണിനെ പോലുള്ള, ബിന്നിയുടെ ഹസ്ബൻഡിനെ പോലുള്ള ഒരു വ്യക്തിയാണ്.
അങ്ങനെ ഒരാൾ അവൾ അർഹിക്കുന്നുണ്ട്. 30 അതുപോലെ ഇല്ല വാഴ ദിയാസന പറയുന്നതായിട്ട് 30 വയസ്സുള്ള അവൾക്ക് അയാൾക്ക് 40 വയസ്സിന്റെ ആയുള്ളൂ. നീ കെട്ടിടി മുതുക്കനെ, നീ മുതുക്കനെ കെട്ടിയത് കൊണ്ടാണ് ആകെ 2 കൊല്ലം കൂടെ താമസിക്കാൻ പറ്റാതെ ഇറങ്ങി വരേണ്ടി വന്നത്. മുതുക്കന്മാരെ അല്ലല്ല കെട്ടുന്നത്. കല്യാണം കഴിക്കുന്നത് എന്തിനാ? നോക്കിക്കൊണ്ടിരിക്കാനാ? അത് ഈർക്കിൽ വെച്ചിട്ടുള്ള പ്രയോഗത്തിനാ? നോൺസെൻസ്. ഒന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുക്കണേ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഹൈപ്പ് ചെയ്ത് തരുമോ? എന്നാൽ വലിയ ഉപകാരമായിരിക്കും. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അൺസബ് ചെയ്ത് പോകേണ്ടവർക്ക് പോകാം, ധാരാളമായി പോകാം. ഷാനവാസിന്റെ കുറേ ഫോളോവേഴ്സ് വന്നിട്ട് അവർ അൺസബ് ചെയ്ത് പോയി. ഇന്നലെ പോയത് എനിക്കൊന്ന് ഓൾമോസ്റ്റ് ഒരു 50 ആൾക്കാർ ഇറങ്ങിപ്പോയി. ഇന്ന് എനിക്ക് 200 ആൾക്കാർ കയറി വന്നിട്ടുണ്ട്. സോ അത് അപ്പ് ആൻഡ് ഡൗൺസ് വിൽ ബി ദെയർ. ഐ ഡോണ്ട് കെയർ. എനിക്ക് എൻ്റെ നിലപാടിൽ നിന്ന് മാറി സഞ്ചരിക്കാനാകത്തില്ല. ഞാൻ കണ്ടതേ പറയുള്ളൂ. എനിക്ക് തെറ്റായിട്ടൊന്നും പറയാൻ താല്പര്യമില്ല. താങ്ക് യു സോ മച്ച്.